ശ്രീ വിജി തമ്പി, ക്ഷേത്രങ്ങളെ കക്ഷി രാഷ്ട്രീയക്കാരിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ കേന്ദ്രം ഒരു നിയമം കൊണ്ടുവരട്ടെ എന്നാണ് പറയുന്നത്. നമ്മളൊന്നും ചെയ്യില്ല, ഞങ്ങൾ ഇനി എന്തായാലും ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളെ കൂടുതൽ കൈകടത്തലുകളെ നടത്തൂ എന്നാണ് വക്കീലിൻ്റെ ഭാഷയിൽ നിന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുന്നൊരു കാര്യമല്ല ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച്. കാരണം നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരുടെ കീഴിലല്ല. ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് കേരളത്തിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദ്രോഹമായി വന്നിട്ടുള്ളത്. കാരണം അന്ന് തിരുവിതാംകൂർ മഹാരാജാവ് ഈ ഭരണം കൈമാറിയപ്പോൾ ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു പ്രത്യേക ട്രസ്റ്റ് പോലെയാണ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഭാരതകേസരി മന്നത്ത് പത്മനാഭനാണ്. ശ്രീ ആർ ശങ്കറൊക്കെ അതിനകത്ത് കമ്മിറ്റിയിലുണ്ടായിരുന്നതാണ്. അത്ര പ്രഗത്ഭരായ വ്യക്തികളുണ്ടായിരുന്നതാണ്. അതിന് അവർ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനും ക്ഷേത്രങ്ങളെ ഏകീകരിക്കാനും വേണ്ടിയാണ് വന്നത്. പിന്നെ മാറിയാണ് ഇത് രാഷ്ട്രീയക്കാരുടെ കൈകളിലേക്ക് വന്നത്. ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു പറഞ്ഞ ഒരു വിഷയത്തിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ വാസവനെ പോലുള്ള ആൾക്കാരെ ഇനി ഭക്തരാക്കി മാറ്റിയെടുക്കാൻ നമുക്കൊക്കെ ഇറങ്ങണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം? ഹിന്ദുക്കൾ ഭക്തി ഉണ്ടെങ്കിലാണ് ഉള്ളോ പ്രശ്നം? ഹിന്ദുക്കൾക്ക് മാത്രമേ ഭക്തി പുറത്ത് കാണിക്കാൻ പാടുള്ളതുള്ളൂ? അവർക്ക് ക്ഷേത്രത്തിൽ പോയാൽ തൊഴാൻ പാടില്ല, മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മരുമോൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അവിടെ ഏതോ ഒരു ഇസ്ലാമിക ഒരു ചടങ്ങിൽ അവരോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു പോകുന്നത്. അതുപോലെ ക്രിസ്ത്യാനികളായ ആൾക്കാർ അവർ കഴുത്തിൽ അവർ കുരിശുമാല ചാർത്തി അവരുടെ മക്കളുടെ കല്യാണം നടത്തുന്നു, മാമോദിസം നടത്തുന്നു. അതൊന്നും പ്രശ്നമില്ല. CPM-ൻ്റെ തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ കണ്ടതാണ്. അവിടെ ഉച്ചയ്ക്ക്, അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക സമയ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഹിന്ദുക്കൾക്ക് രാവിലെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഇവർ പറയുക? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എല്ലാ രീതിയിലും കോഴിക്കോട് ഒരു സ്കൂളിൽ, അതും ഒരു പ്രൈവറ്റ് സ്കൂൾ എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഗ്രാൻഡുള്ള സ്കൂളിൽ അവർ പുതിയ ബിൽഡിംഗ് തുടങ്ങിയപ്പോൾ അവിടെ കഷ്ടകാലത്തിന് അവർക്കൊരു നന്നായിരിക്കാൻ വേണ്ടി ഒരു ഗണപതി ഹോമം അവർ ചെയ്തു. അതിന് എന്തെല്ലാം വൃത്തികേടാണ് ഇവർ കാണിച്ചത്? അതിന് ചവിട്ടി പൊളിച്ച് കളയുകയും എന്തൊക്കെ ചെയ്തു? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങളിലും മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവർക്ക് നിഷിദ്ധമായിട്ടുള്ളൂ? മറ്റൊന്നും പ്രശ്നമില്ലല്ലോ. ശ്രീ പിണറായി വിജയൻ തന്നെ ഇത്തവണ ശിവഗിരി തീർത്ഥാടന കാലത്ത് അവിടെ ചെന്ന് പറഞ്ഞതെന്താ? സനാതന ധർമ്മത്തെയും ഹിന്ദു വിശ്വാസത്തെയും വളരെ അവഹേളിച്ചദ്ദേഹം സംസാരിച്ചില്ലേ? അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ, ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്ന കാര്യത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഇതേ സ്ഥലത്ത് തന്നെയല്ലേ നമ്മുടെ മെക്കയിൽ നമ്മൾ കാണുന്നില്ലേ തീർത്ഥാടനം? എത്രയോ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന എത്രയോ സമ്പന്നനായ വ്യക്തികൾ, അവർ കോട്ടും സൂട്ടും ഇട്ട് വരുന്ന ആൾക്കാർ ആ വേഷത്തിലാണോ അവരവിടെ ദർശനം നടത്തുന്നത്? വെള്ള ഉടുപ്പ് പുതച്ച് ഒറ്റമുണ്ട് പുതച്ചില്ലേ ദർശനം നടത്തുന്നത്? അപ്പോൾ ഓരോന്നിനും ഓരോ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടണം. ശബരിമലയിൽ ആചാരാനുഷ്ഠാനമല്ല ഗുരുവായൂരുള്ളത്, ഗുരുവായൂരല്ല ശിവപനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത്. അതുപോലെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആചാര രീതിയും കേരളത്തിലെ ആചാര രീതിയും തന്ത്ര രീതിയും എല്ലാം വ്യത്യസ്തമാണ്. എങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ്, 3 ക്ഷേത്രങ്ങൾ ഞാൻ പറയാം. വാരണാസിയിലെ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രവും, അതുപോലെ ബദ്രിനാഥിലെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവും, കേദാർനാഥിലെ മഹാദേവൻ്റെ ക്ഷേത്രവും. കേദാർനാഥും ബദ്രിനാഥും ഒരേ സ്ഥലത്ത് ഉത്തരാഖണ്ഡിലെ ഹിമാലയ സാനുക്കളിലാണുള്ളത്. ഈ 2 ക്ഷേത്രങ്ങളിലെയും ആചാരാനുഷ്ഠാനങ്ങൾ ഒരുപോലെയാണോ? കേദാർനാഥിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭഗവാനിൽ അഭിഷേകം ചെയ്യാം, നമ്മൾ കൊണ്ടുപോകുന്ന ഇപ്പോൾ കൂവളമാലയാണെങ്കിൽ എന്തായാലും ചാർത്താം. അതേസമയത്ത് ബദ്രിനാഥിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സിസ്റ്റമാണ് അവിടെ. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അത് പാലിക്കപ്പെടുക തന്നെ വേണം, അല്ലാതെ നമുക്ക് എല്ലാം ഏകീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം പറഞ്ഞു നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് ആ വിളക്ക് കാണുന്ന സ്ഥലത്താണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചോദിച്ച ഒരാൾ ഭരിക്കുന്ന നാടാണിത്. അപ്പോൾ അദ്ദേഹത്തെ ഭയന്നാണോ ഇവരൊക്കെ ഇനി ഭക്തി പുറത്തുണ്ടെങ്കിലും കാണിക്കാത്തത്? ശ്രീ സുരേഷ് ബാബുവിനോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്. ശ്രീ വാസവന്റെ ഉള്ളിൽ ഭക്തി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഭക്തി പുറത്ത് കാണിക്കാത്തത് അദ്ദേഹത്തിന്റെ ദൈവത്തെ പേടിച്ചാണോ? അദ്ദേഹത്തിന്റെ ദൈവം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനെ പേടിച്ചാണോ അദ്ദേഹം ഈ ഭക്തി പുറത്ത് കാണിക്കാത്തത്? അങ്ങനെയാണെങ്കിൽ ഇനി അദ്ദേഹം എങ്ങനെ നമ്മൾ ഭക്തി പുറത്ത് കൊണ്ടുവരും അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ? അപ്പോൾ അത് ഞാൻ പറയണേ, ഇവരെ പോലുള്ള ആൾക്കാർ, ഇവർക്ക് ഭക്തി ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ, ഇല്ലെങ്കിൽ ശബരിമല വന്നാൽ ഗസ്റ്റ് ഹൗസിൽ ഇരിക്കട്ടെ. എന്തിനാണ് ഈ സോപാനത്തിൻ്റെ മുമ്പിൽ വന്ന് ഈ സർക്കസ് കാണിക്കുന്നത്? എന്തിനാണ് ഇത്രയും ഭക്തന്മാർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഇദ്ദേഹം പെരുമാറുന്നത്? ഇദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന ആ തമിഴ്നാട് ദേവസ്വം മന്ത്രി, അദ്ദേഹത്തെ ശേഖർ ബാബുവിനെ ഒന്ന് കണ്ടൂടെ? അദ്ദേഹം ഭക്തിയോടെ നിൽക്കുന്നു. ഒന്ന് തൊഴുതാൽ ഇയാൾക്ക് എന്ത് പറ്റും?
ഇയാളുടെ തലയെന്ന് വെട്ടിക്കളയും ആരെങ്കിലും. അപ്പോൾ ഇതൊന്നും ശരിയായ നടപടിയല്ല. ഇതൊന്നും ഒരിക്കലും അനുവദിക്കപ്പെടേണ്ടതല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഭക്തന്മാരും ഹൈന്ദവ സംഘടനകളും ശക്തമായി ഇനി രംഗത്തേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. കാര്യം ഇത് ഇനിയും ഇവർ വിട്ടുതരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇവർക്കൊക്കെ ശബരിമലയിലായാലും ശരി, ഏത് ക്ഷേത്രങ്ങളിലായാലും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നോ ഭക്തരുടെ സൗകര്യങ്ങൾ നടത്തി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കണമെന്നൊന്നും അല്ലല്ലോ ആഗ്രഹം. എങ്ങനെയൊക്കെ പൈസ അടിച്ചു മാറ്റാം, ഇതാണ് ചിന്ത. അപ്പം ഞാൻ ചോദിക്കട്ടെ, അവിടെ അരവണയും അപ്പവും എത്ര കാലമായിട്ട് എത്ര പ്രാവശ്യം നമ്മൾ പറയുന്നു ഇത് വാങ്ങിക്കരുതെന്ന്. കാര്യം ഇത് 18-ാം പടി പോലും കാണാത്ത സാധനമാണിത്. ഒരു ഫാക്ടറി ഉൽപ്പന്നമാണ് അവിടുത്തെ അരവണയും അപ്പവും. ഇത് വാങ്ങിച്ച് കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് പോകുന്ന ഭക്തർ അവരല്ലേ നമുക്ക് ഹിന്ദുക്കൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? പലപ്പോഴും നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കൊണ്ട് ദേവി ഇത് പൈസ കൊണ്ട് തള്ളരുതേ. നിങ്ങൾ 1 രൂപ കോയിൻ കൊണ്ടിടൂ. നിങ്ങൾക്കൊരു സമർപ്പണം ആവശ്യമാണെങ്കിൽ 1 രൂപ കോയിൻ ഇടൂ, അതിടൂ. അല്ലാതെ എന്തിനാ ഈ പൈസ കൊണ്ട് തള്ളുന്നത്? ഈ പൈസ കിട്ടുന്നിടത്തോളം കാലം, പണം ഉണ്ടാകുന്നിടത്തോളം കാലം ഇവരൊരിക്കലും ക്ഷേത്രങ്ങൾ വിട്ടുപോകില്ല. ഒന്നുകിൽ നിങ്ങൾ ഭക്തർ മനസ്സിലാക്കി ക്ഷേത്രങ്ങളിൽ പണം കൊണ്ട് തള്ളാതിരിക്കുക, ഇതുപോലെ അനാവശ്യമായ പറ്റിപ്പ്, ഇതുപോലെയുള്ള അരവണയും അപ്പണവും പോകുന്ന വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാതിരിക്കുക. വരിക, ഭഗവാനെ തൊഴുക, നെയ്യഭിഷേകം ചെയ്യുക, പ്രാർത്ഥിക്കുക, തിരിച്ചു പോവുക. ഇതായിരിക്കണം ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും വന്നു കഴിഞ്ഞാൽ, വരുമാനമില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഈ ക്ഷേത്രങ്ങൾ എന്തിനാ? ഇവർ തന്നെ ഉപേക്ഷിച്ച് പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങൾ തിരിച്ച് നമുക്ക് കൊണ്ടുവരാം, ഭക്തരുടെ കയ്യിലേക്ക് വരും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏകദേശം 50,000-ഓളം ക്ഷേത്രങ്ങളുണ്ട്. അതിലൊരു 5,000-ൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാ ദേവസ്വം ബോർഡും കൂടെ ചേർന്ന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ എനിക്ക് തോന്നുന്നു 1,200 ക്ഷേത്രം മറ്റേ ഉള്ളൂ. ബാക്കി എല്ലാ ദേവസ്വം ബോർഡും കൂടെ ചേർന്നാൽ 5,000-ൽ താഴെ ക്ഷേത്രമേ ഉള്ളൂ. ബാക്കി ഏകദേശം 45,000 ക്ഷേത്രങ്ങൾ കേരളത്തിൽ നടന്നു പോകുന്നത് സർക്കാരിൻ്റെ പൈസ കൊണ്ടാണോ? ഭക്തർ അവിടെ നടത്തുന്ന സമർപ്പണം കൊണ്ടല്ലേ, അല്ലെങ്കിൽ അവിടുത്തെ പൂജയും വഴിപാടുകളും കൊണ്ടല്ലേ. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം അനുസരിച്ച് വേണം ആ ക്ഷേത്രങ്ങളിലെ ചെലവ് ആ രീതിയിൽ ചിട്ടപ്പെടുത്താൻ. അല്ലാതെ ഈ കണ്ട കമ്മ്യൂണിസ്റ്റുകാരെ അത്രയും കൊണ്ട് ക്ഷേത്രങ്ങളിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു തോന്നിയവാസത്തിൽ പൈസ കൊടുത്ത് ശമ്പളം കൊടുക്കുക, അവർക്ക് പെൻഷൻ കൊടുക്കുക, ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലല്ലേ ഇങ്ങനെ പൈസ ഇല്ല പോകുന്നത്. ബാക്കി 45,000 ക്ഷേത്രങ്ങൾ എങ്ങനെ കേരളത്തിൽ നടക്കുന്നു? അതെന്താ തിരുവിതാംകൂർ ദേവസ്വം ബോർഡൊന്നും പഠിക്കാത്തത്, അല്ലെങ്കിൽ മറ്റ് ദേവസ്വം ബോർഡുകളൊന്നും പഠിക്കാത്തത് എന്താ? അപ്പോൾ അത് നടന്നോളും. നിങ്ങൾ പൈസ ഇല്ലാതെ ഇവരിറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങൾ തീർച്ചയായിട്ടും ആ ഓരോ സമൂഹവും ഹിന്ദു സമാജം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നടത്താൻ പറ്റും. അതിൽ ഒരു സംശയവും വേണ്ട. ഇവരെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ, ഭക്തിയില്ലാത്തവർ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പോട്ടെ, കോൺഗ്രസ്സുകാർ, നേരത്തെ നമ്മുടെ അദ്ദേഹം പറഞ്ഞ പോലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ ശബരിമലയിൽ വന്ന് ഷോ കാണിച്ചിട്ട് പോയി നമ്മൾ കണ്ടു. അവർക്കൊക്കെ ഉള്ളിൽ ഭക്തി ഉണ്ടോ? ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വരുന്നതാണ്. പല ആൾക്കാരും അങ്ങനെ വന്നു പോകുന്നു. എന്തിനാ അതിൻ്റെ ആവശ്യം? ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശബരിമല മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ശബരിമലയിൽ പോകുന്നവർ പൂർണ്ണമായ വ്രതാനുഷ്ഠാനത്തോടെ പോയാൽ മാത്രമേ അവിടെ പോകുന്ന ഒരു കാര്യമുള്ളൂ. കാര്യം തത്വമസി എന്ന പൊരുൾ എന്താണ്? ഞാനും നീ ഒന്നെന്നാണ്. ഞാനും നീ ഒന്നാവണമെങ്കിൽ ആ അയ്യപ്പനായി മാറണമെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ മാത്രമാണ് നമ്മൾ ഭക്തനായിട്ടല്ല പോകുന്നത്, നമ്മൾ അയ്യപ്പനായിട്ടാണ് പോകുന്നത്. ആ അയ്യപ്പനായിട്ട് വേണം പോകാൻ, എങ്കിൽ മാത്രമേ 18-ാം പടി ചവിട്ടാവൂ. അപ്പോൾ ആ അയ്യപ്പനായിട്ട് പോകാനാണ് ഈ 41 ദിവസം വ്രതം എന്ന് പറയുന്നത്. ആ വ്രതം എടുക്കാതെ നമ്മൾ അവിടെ പോയിട്ട് എന്ത് കാര്യം? വേറെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പോയി തൊഴുതാൽ പോരെ? ആരെങ്കിലും കാണിക്കാനാണോ, ആർക്കെങ്കിലും ബോധ്യപ്പെടുത്താനാണോ ശബരിമലയിൽ പോകുന്നത്? ശബരിമലയിൽ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനാണെങ്കിൽ ആ അനുഗ്രഹം കിട്ടുന്ന രീതിയിൽ തന്നെ ശബരിമലയിൽ പോയി ദർശനം നടത്തിയാൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ. അല്ലാതെ പോയിട്ട് കാര്യമില്ല. അത് ഞാൻ പറഞ്ഞ ഇവരെയൊന്നും അല്ലേ, കമ്മ്യൂണിസ്റ്റുകാരല്ല പറയേണ്ടത്. നമ്മുടെ യഥാർത്ഥ ഈ ഹിന്ദു സമാജം ഇത് മനസ്സിലാക്കണം. ഓരോ ഹിന്ദുക്കളും മനസ്സിലാക്കണം. ഞാൻ ശബരിമലയിൽ പോകുന്നത് ഇങ്ങനെ തന്നെ പോകണം, ഞാൻ വ്രതാനുഷ്ഠാനത്തോടെ തന്നെ പോകണം, 40 ദിവസം വ്രതം അനുഷ്ഠിച്ച് തന്നെ ഞാൻ ശബരിമലയിൽ പോകണം എന്ന് തീരുമാനിക്കണം. ഞാൻ ചോദിച്ചു, കേരളത്തിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ? ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഭാരതത്തിൻ്റെ മറ്റു ഭാഗത്തു നിന്ന് വരുന്ന എത്രയോ ആൾക്കാർ കൃത്യമായ വ്രതാനുഷ്ഠാനങ്ങളോടെ വരുന്നു. അവർ വന്ന് ഭംഗിയായിട്ട് അയ്യപ്പനെ കൃത്യമായ രീതിയിൽ തൊഴുതിട്ട് പോകുന്നു. നമ്മുടെ ആൾക്കാർക്ക് എന്താ ഇങ്ങനെ വരുന്നത്? അപ്പൊ അവർ ചെയ്യുന്ന പ്രശ്നം അവരവിടെ നിന്ന് കൊണ്ടുവരുന്ന പോകും. തമിഴ്നാട് മന്ത്രിയിൽ നിന്നെങ്കിലും കണ്ടുപഠിക്കട്ടെ. ചെയ്യാം, നല്ല കാര്യങ്ങൾ ചെയ്യാം. 1 രൂപ കോയിൻ കൊണ്ടിട്ടിട്ട് പോകും, തൊഴുതിട്ട് പോകും.